വീട്ടിലിരുന്ന് സൗജന്യ പരിശീലനം നേടാം. LDC 2020 മെയ് 3 മുതൽ. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കുക www.ranhouse.in. ന്യൂ ക്വസ്റ്റ്യനെയറിലേക്ക് സ്വാഗതം. ഈ സീരീസിൽ 20 ക്വസ്റ്റ്യനാണുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 21. The meaning of the phrase alma mater. അൽമാ മാറ്റർ എന്ന് പറയുന്ന ഫ്രേസിൻ്റെ മീനിങ് എന്താണ്? എ മാറ്റർ ഓഫ് ഫാക്ട്, തെറ്റാണ്. ബി മെറ്റീരിയൽ ബെനിഫിറ്റ്, തെറ്റാണ്. സി മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ, ശരി. മാതൃവിദ്യാലയം, അതിനാണ് നമ്മൾ അൽമാ മാറ്റർ എന്ന് വിളിക്കുന്നത്. സി ആണ് ശരി ഉത്തരം. ഡി ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ, റോങ് ആൻസർ ആണ്. ദ മീനിങ് ഓഫ് ദ ഫ്രേസ് അൽമാ മാറ്റർ മദർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ശരിയായ ആൻസർ, ഓപ്ഷൻ സി. 22ാമത്തെ ചോദ്യം. ദ പ്രസിഡന്റ് ഡാഷ് ദ യൂത്ത് ടു ഫോളോ ദ ടീച്ചിങ്സ് ഓഫ് മഹാത്മാഗാന്ധി. ഫ്രേസിൽ വെർബിലെ ചോദ്യമാണ്. 4 ഓപ്ഷൻ ആസ് യൂഷ്വൽ. Called on, called upon, called at, called off. Called on എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ സന്ദർശിച്ചു എന്നാണ്, തെറ്റാണ് ആൻസർ. കോൾഡ് അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം സന്ദർശിച്ചു എന്നാണ്, തെറ്റാണ് ആൻസർ. കോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ റദ്ദാക്കി എന്നാണ് ആൻസർ. റദ്ദാക്കി പാസ്റ്റ് ടെൻസിലാണ്, കോൾഡ് ആണ്. കോൾഡ് ഓഫ് റദ്ദാക്കി. കോൾഡ് അപ്പോൺ എന്ന് പറഞ്ഞാൽ ഡിമാൻഡ്, ആവശ്യപ്പെട്ടു എന്നാണ്. ആയതിനാൽ ശരി ഉത്തരം ബി ആണ്. ദ പ്രസിഡന്റ് കോൾഡ് അപ്പോൺ, പ്രസിഡന്റ് ആവശ്യപ്പെട്ടു, ഡിമാൻഡ് ചെയ്തു ദ യൂത്ത്, യുവാക്കളോട് ടു ഫോളോ ദ ടീച്ചിങ്സ് ഓഫ് മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയുടെ ടീച്ചിങ്സിനെ പിന്തുടരാൻ. ശരി ഉത്തരം ബി ആണ്, കോൾഡ് അപ്പോൺ. 23ാമത് ചോദ്യം. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഡാഷ് ഹിയർ. ഓപ്ഷൻ എ ഹാവ് ബീൻ ലിവിങ്, ബി were living, C had lived, D had been living. ഇവിടെ സിൻസ് എന്ന് പറയുന്ന പദപ്രയോഗമുണ്ട്. സിൻസ് പോയിന്റ് ഓഫ് ടൈം, ഫോർ ലെങ്ത് ഓഫ് ടൈം. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലോ അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലോ ആണ് യൂസ് ചെയ്യാറ്, പ്രിപ്പോസിഷനായിട്ട്. കൂടുതലായിട്ടും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സിൻസും ഫോറും ഉപയോഗിക്കാറ്. ഇവിടെ ശ്രദ്ധിക്കുക. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. സിൻസ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഈ ടെൻസ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് എന്നതിലേക്കുള്ള സൂചനയാണ് സിൻസ്. ആൻസറിലേക്കുള്ള ഒരു ഇൻഡിക്കേറ്റർ ആണ്. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരില്ല. വേർ ലിവിങ്, ഹാഡ് ലിവ്ഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് വരില്ല. ഹാഡ് ബീൻ ലിവിങ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് വരില്ല. സിൻസ് ഒരു ഇൻഡിക്കേറ്റർ ആണ്. പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് യൂസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ആയതിനാൽ ആൻസർ എ. എവർ സിൻസ് ദേ ഗോട്ട് മാരീഡ് ദേ ഹാവ് ബീൻ ലിവിങ് ഹിയർ. ക്വസ്റ്റ്യൻ നമ്പർ 24. 24ാമത്തെ ചോദ്യം. ഹി ഹാഡ് സ്കേഴ്സ്ലി ഫിനിഷ്ഡ് ദ വർക്ക് ഡാഷ് ദേ കെയിം ടു ഗ്രീറ്റ് ഹിം. നമുക്കറിയാം ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി ഇത്യാദി വാക്കുകൾ ഒരു സെൻറ്റൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായാൽ ഹാർഡ്ലി, ബെയർലി, സ്കേഴ്സ്ലി
ഇങ്ങനെയുള്ള പദങ്ങൾ ഒരു സെനൻസിൻ്റെ ഭാഗമായിട്ടുണ്ടായാൽ ആ സെനൻസിനെ മറ്റൊരു സെനൻസുമായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വെൻ ആണ്. വെൻ ഹി ഹാഡ് സ്കേഴ്സ്ലി ആണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട വാക്ക്, ശ്രദ്ധിച്ചിരിക്കേണ്ട വാക്ക്. ഹി ഹാഡ് സ്കേഴ്സ്ലി ഫിനിഷ്ഡ് ദ വർക്ക് വെൻ ദേ കെയിം ടു ഗ്രീറ്റ് ഹിം. ദാൻ വരില്ല, തെറ്റാണ്. നോ സൂണർ വന്നാലാണ് ദാൻ വരുന്നത്. ഹാർഡ്ലി, ബാർലി, സ്കേഴ്സ്ലി വന്നു കഴിഞ്ഞാൽ വെൻ ആണ് ഉപയോഗിക്കേണ്ടിയിരിക്കുന്നത്. ബിഫോർ വരില്ല, ആൻഡ് സോ വരില്ല. വെൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 25ാമത്തെ ചോദ്യം. ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് യു വിത്ത് യുവർ ഹോംവർക്ക്. The gerund in this sentence is, gerund എന്താ? ഒരുപാട് പ്രാവശ്യം സംസാരിച്ചതാണ് gerund എന്താ എന്നുള്ള കാര്യം. ING-യിൽ കാണുന്ന നൗണ് ഐ ഡോണ്ട് മൈൻഡ് ഹെൽപ്പിംഗ് ആണ് ഇവിടെ gerund. മൈൻഡ് അല്ല, മൈൻഡ് ഇവിടെ വെർബാണ്. യു അല്ല, യു ഇവിടെ സബ്ജക്റ്റാണ്. സി ഹെൽപ്പിംഗ് ആണ് ഇവിടെ gerund. ഹോംവർക്ക് അറിയാം, നൗണാണ്. അപ്പം ING-യിൽ കാണുന്ന നാമത്തിനെ ആണ് നമ്മൾ gerund എന്ന് വിളിക്കുന്നത്. ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ, ആ ഓപ്ഷൻ സി ആണ്. ശരി ഉത്തരം സി. ക്വസ്റ്റ്യൻ 26. ഷീല ഡാഷ് കോസ്ഡ് ദ ട്രബിൾ. യൂസ് എംഫാറ്റിക് pronoun. A herself, B has, C had, D is. എന്താ എംഫാറ്റിക് pronoun? ഊന്നി പറയുന്ന സർവനാമം. I self, myself, yourself, ourselves. I should do it myself. ഞാൻ തന്നെ. മൈസെൽഫ് എന്താ? എംഫാറ്റിക് pronoun. അപ്പോൾ ഇവിടെ 4 ഓപ്ഷനാണുള്ളത്. നമുക്ക് ഏതാ എംഫാറ്റിക് pronoun എന്നാ ചോദിച്ചത്? ഈസ് pronoun അല്ല, വെർബാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ്. ഹാഡ് pronoun അല്ല, വെർബാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ്. ഹാസ് pronoun അല്ല, ഒന്നുകിൽ മെയിൻ വെർബാണ് അല്ലെങ്കിൽ ഓക്സിലറി വെർബാണ്. അപ്പോൾ ഷീല ഹേർ സെൽഫ് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ് ഊന്നി പറയുന്ന സർവനാമം, എംഫാറ്റിക് pronoun. ആയതിനാൽ ശരി ഉത്തരം എ. 27ാമത്തെ ചോദ്യം. Somebody pasted the poster on the wall. Change into passive. ഈ ആക്റ്റീവ് വോയിസിനെ പാസീവ് വോയിസിലേക്ക് മാറ്റുക. അപ്പോൾ ആക്റ്റീവ് വോയിസ് ആണിത്. സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ ഇതിനെ പാസീവ് വോയിസിലേക്കാക്കി മാറ്റുമ്പോൾ കർത്താവിന് ശേഷം വാസ് അല്ലെങ്കിൽ വേറിന് ശേഷം V3 ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോർമാറ്റിലുള്ള ഒരു ആൻസർ കിട്ടിയിരിക്കണം നമുക്ക്. ദ പോസ്റ്റർ ഓൺ ദ വാൾ ഈസ് പേസ്റ്റഡ്. തെറ്റാണ്. കാരണം ഈ സ്പേസ്റ്റഡ് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. ബി ദ പോസ്റ്റർ ഓൺ ദ വാൾ ഹാസ് ബീൻ പേസ്റ്റഡ്. തെറ്റാണ്. ഇത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. തെറ്റ്.
ദ പോസ്റ്റർ ഓൺ ദ വാൾ ഹാസ് ബീൻ പേസ്റ്റഡ് ബൈ സംബഡി. ഇതും തെറ്റാണ്. കാരണം മേലെ പറഞ്ഞ കാരണം തന്നെ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് ആണ്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസിന്റെ പാസീവ് വോയിസ് കിട്ടണം. ഫോർമാറ്റ് വാസിനും വേറും ശേഷം V3 കാണണം. അപ്പോൾ ദ പോസ്റ്റർ വാസ് പേസ്റ്റഡ് ഓൺ ദ വാൾ ബൈ സംബഡി. അപ്പോൾ കർത്താവിന് ശേഷം വാസ് അല്ലെങ്കിൽ വേർ, ശേഷം V3. അപ്പോൾ ദ പോസ്റ്റർ വന്നതുകൊണ്ട് വാസ് V3 ബൈ സംബഡി എന്ന് വരണം എന്ന് നിർബന്ധമില്ല. സംബഡി, സംവൺ, എവരിബഡി, എവരിവൺ, നോബഡി, നോ വൺ, എനിബഡി, എനിവൺ ഇവയൊക്കെ കർത്താവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ പാസീവ് വോയിസിൽ ആവർത്തിക്കണം എന്ന് നിർബന്ധമില്ല. ആയതിനാൽ ശരി ഉത്തരം ഡി ആണ്. ദ പോസ്റ്റർ വാസ് പേസ്റ്റഡ് ഓൺ ദ വാൾ. ക്വസ്റ്റ്യൻ 28. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ക്ലോസസ്റ്റ് ടു ദ വേർഡ് റിട്രീറ്റ് ഇൻ മീനിങ്? അപ്പോൾ റിട്രീറ്റ് എന്ന് പറയുന്ന വാക്കിന് സമാന മീനിങ് ഉള്ള പദം ഏത് എന്നതാണ് ചോദ്യം. ട്രീറ്റ് അഗെയിൻ തെറ്റ്. വിഡ്രോ ആണ് ശരി ആൻസർ. പ്രേ, അഡ്മിറ്റ്, CD ഓപ്ഷനുകളും തെറ്റാണ്. വൊക്കാബുലറിയുടെ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ റിട്രീറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സമാന മീനിങ് വിഡ്രോ എന്ന് പറയുന്ന B ഓപ്ഷനാണ് ശരി ഉത്തരം. 29ാമത്തെ ക്വസ്റ്റ്യൻ. ഹി ഡിഡ് ഡാഷ് യൂസ്ഫുൾ തിങ് ബട്ട് ഡാഷ് വൺ മാൻ ട്രൈബ്യൂണൽ ഗെയ്വ് ഡാഷ് വെർഡിക്റ്റ് അഗേൻസ്റ്റ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ ഓപ്ഷൻ എ. ഓപ്ഷൻ ബി A. ഓപ്ഷൻ സി A. ഓപ്ഷൻ ഡി NA. അറിയാം, ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഹി ഡിഡ് എ യൂസ്ഫുൾ തിങ്. യു എന്ന അക്ഷരം യു എന്ന് ഉച്ചരിക്കുമ്പോൾ കൺസോണന്റ് ശബ്ദമാണ്. ആയതിനാൽ എ. യു എന്ന് പറയുന്ന അക്ഷരം ആ എന്ന് ഉച്ചരിക്കുമ്പോൾ വവൽസ് ശബ്ദമാണ്. ആൻ അംബർല, ആൻ അഗ്ലി ഗേൾ. അപ്പോൾ യു എന്ന് പറയുന്ന അക്ഷരം യു എന്ന് ഉച്ചരിക്കുമ്പോൾ കൺസോണന്റ് ശബ്ദമാണ്. യു എന്ന് പറയുന്ന അക്ഷരം ആ എന്ന് ഉച്ചരിക്കുമ്പോൾ വവൽ ശബ്ദമാണ്. ഇവിടെ യു എന്ന് ഉച്ചരിച്ചു, ആയതിനാൽ എ. ബട്ട് എ വൺ മാൻ ട്രൈബ്യൂണൽ, വൺ കൺസോണന്റ് ശബ്ദമാണ്. ഓ ആണെങ്കിലും അടഞ്ഞു പോകുന്ന കൺസോണന്റ് ശബ്ദമാണ്. എ വൺ ഐഡ് മാൻ, എ വൺ മാൻ ട്രൈബ്യൂണൽ. എ ആണ് ശരി ഉത്തരം. ഗെയ്വ് എ വെർഡിക്റ്റ് അഗേൻസ്റ്റ്. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബി, സി, ഡി റോങ് ആണ്. എ ആണ് ശരിയായ ഉത്തരം. 30ാമത്തെ ചോദ്യം. ദി ആന്റോണിം ഓഫ് ഡിലിജന്റ് ഈസ്. സിനോണിം, ആന്റോണിം എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആന്റോണിം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വിപരീത പദം, ഓപ്പോസിറ്റ്. എ കെയർഫുൾ, ബി ലവർ, സി ലേസി, ഡി സ്മൂത്ത്. 4 ഓപ്ഷനാണുള്ളത് ആസ് യൂഷ്വൽ. ഡിലിജന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം ചുറുചുറുക്കുള്ള എന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം ലേസി ആണ്. സി ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ദി ആന്റോണിം ഓഫ് ഡിലിജന്റ് ഈസ് ലേസി. 31ാമത്തെ ചോദ്യം.
The synonym of umbrageous is A. Anger, B. Silly, C. Useful, D. Shady. അൺബ്രാജിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സമാന അർത്ഥമുള്ള വാക്കേതാണ്? ഷാഡി എന്ന് പറയുന്ന ഡി ഓപ്ഷനാണ് ശരി ഉത്തരം. എ, ബി, സി റോങ് ആണ്. ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. വേർഡ് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡി എന്ന് പറയുന്ന ഷാഡി എന്ന് പറയുന്ന ആൻസറാണ് ശരി ഉത്തരം. ക്വസ്റ്റ്യൻ 32. The milkman came when the sun rose. The milkman came, പാൽക്കാരൻ വന്നു. When the sun rose, സൂര്യൻ ഉദിച്ചപ്പോൾ. The principal clause in this sentence is A. The milkman came, B. The milkman, C. When the sun rose, D. came. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് എന്താ പ്രിൻസിപ്പൽ ക്ലോസ്. പൂർണ്ണ അർത്ഥമുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് എന്ന് പറയുന്നത്. ദ മിൽക്ക്മാൻ കെയിം, പാൽക്കാരൻ വന്നു, സമ്പൂർണ്ണമായിട്ടുള്ള അർത്ഥമുണ്ട്. വെൻ ദ സൺ റോസ്, സൂര്യൻ ഉദിച്ചപ്പോൾ, അത് പ്രിൻസിപ്പൽ ക്ലോസ് അല്ല, സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അപൂർണാർത്ഥമാണ് ഇതിന്. സബോർഡിനേറ്റ് ക്ലോസ് ആണിത്. വെൻ ദ സൺ റോസ്, സൂര്യൻ ഉദിച്ചപ്പോൾ, അപൂർണമാണ്. സൂര്യൻ ഉദിച്ചപ്പോൾ ബാക്കി എന്തോ ശേഷിക്കുന്നുണ്ട്. ദ മിൽക്ക്മാൻ കെയിം, പാൽക്കാരൻ വന്നു, പൂർണ്ണമായിട്ടുള്ള സെന്റൻസ് ആണ്. പാൽക്കാരൻ വന്നു, പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസ്. അങ്ങനെ പൂർണ്ണ അർത്ഥമുള്ള സെന്റൻസിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ക്ലോസ് ഏതാ? ദ മിൽക്ക്മാൻ കെയിം, പാൽക്കാരൻ വന്നു, പൂർണ്ണാർത്ഥമുള്ള സെന്റൻസ്. ബി തെറ്റ്. വെൻ ദ സൺ റോസ്, അപൂർണമായിട്ടുള്ള അർത്ഥം, സബോർഡിനേറ്റ് ക്ലോസ് ആണത്, തെറ്റ്. കെയിം, വെർബ് മാത്രമേ ഉള്ളൂ, തെറ്റ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം എ. ദ മിൽക്ക്മാൻ കെയിം, പാൽക്കാരൻ വന്നു. ക്വസ്റ്റ്യൻ 33. ഷീ ബോട്ട് എ പ്രസന്റ് ഫോർ ഹർ മദർ. The direct object in this sentence is A. She, B. her mother, C. bought, D. a present. Subject she, bought verb, a present object, for her mother object. ഇതിൽ രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. ഈ വെർബിനോട് എന്ത് എന്ന് ചോദിക്കുമ്പോൾ കിട്ടുന്നതാണ് ഡയറക്റ്റ് ഒബ്ജക്റ്റ്. വാട്ട്, എന്ത്. എ പ്രസന്റ്, എന്ത് വാങ്ങി, എ പ്രസന്റ്. ഹും, ആർക്ക്, ടു ഹും, ആർക്ക്, ആർക്ക് വാങ്ങി, her mother. ആർക്ക് എന്ന് പറയുന്ന സമയത്ത് കിട്ടുന്നതാണ് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പം എന്ത് വാങ്ങി, എ പ്രസന്റ്, ഡയറക്റ്റ് ഒബ്ജക്റ്റ്. ആർക്ക് വാങ്ങി, her mother, ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ഡയറക്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? ഷീ സബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് അല്ല, തെറ്റ്. ഹെർ മദർ, അത് ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ് ആണ്. ആർക്ക്? ഇൻഡയറക്റ്റ് ഒബ്ജക്റ്റ്, ബി തെറ്റ്. ബോട്ട് ഒബ്ജക്റ്റ് അല്ല, വെർബാണ്, വെർബ് ടു, ക്രിയ, തെറ്റ്.
എ പ്രസന്റ് ഒരു സമ്മാനം. എന്ത് വാങ്ങി? എ പ്രസന്റ്. അപ്പം എന്ത് എന്ന് പറയുമ്പോൾ ലഭിക്കുന്ന ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആയതിനാൽ ഡി ആണ് റൈറ്റ് ഓപ്ഷൻ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 34ാമത്തെ ചോദ്യമാണ് പോളിയാൻഡ്രി മീൻസ്. പോളിയാൻഡ്രി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വൊക്കാബുലറി ആണ്. ഹാവിങ് മെനി വൈഫ്സ്, എ. ബി ഹാവിങ് മെനി ഹസ്ബൻഡ്സ്, സി മേക്കിംഗ് തിങ്സ് ഡ്രൈ, ഡി ഡു മെനി ഡ്യൂട്ടീസ്. അപ്പൊ ഹാവിങ് മെനി വൈഫ്സ് അതിന് പോളിഗമി എന്നാ പറയുക. പോളിഗമി, ധാരാളം ഭാര്യമാരുണ്ടാകുക. ഹാവിങ് മെനി ഹസ്ബൻഡ്സിനാണ് നമ്മൾ പോളിയാൻഡ്രി എന്ന് പറയുന്നത്. കൂടുതൽ ഹസ്ബൻഡുമാരുണ്ടാകുക, ഒന്നിലധികം ഹസ്ബൻഡുമാരുണ്ടാകുക. പോളിഗമി. മേക്കിംഗ് തിങ്സ് ഡ്രൈ, ഡു മെനി ഡ്യൂട്ടീസ്. അപ്പം ശരി ഉത്തരം പോളിയാൻഡ്രി എന്ന് പറയുന്ന വാക്കിൻ്റെ ശരി ഉത്തരം ഹാവിങ് മെനി ഹസ്ബൻഡ്സ് എന്നാണ്. ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ. 35ാമത്തെ ചോദ്യം അവർ ഹാൻഡ് ഡാഷ് 20x ലാസ്റ്റ് മന്ത്. എ ലേ, ബി ലൈഡ്, സി ലൈ, ഡി ലെയ്റ്റ്. ഈ ക്വസ്റ്റിൻ്റെ ഭാഗമായിട്ട് ലാസ്റ്റ് മന്ത് ഉണ്ട്. ആയതിനാൽ ലേ V1 ആണ്, വരില്ല. സി ലൈയും V1 ആണ്, വരില്ല. അപ്പോൾ ഇവിടെ രണ്ട് V2 ആണുള്ളത്. V2 ലൈഡ് ലെയ്ഡ്. ലൈ ലൈഡ് ലൈഡ്. കളവ് പറയുക, കളവ് പറഞ്ഞു, കളവ് പറഞ്ഞിട്ടുണ്ട്. ലേ ലൈഡ് ലൈഡ്. ഇടുക, ഇട്ടു, ഇട്ടിട്ടുണ്ട്. ശിലയിടുക, മുട്ടയിടുക. നമുക്ക് മുട്ടയിട്ടു എന്നുള്ള ആൻസറാണ് വേണ്ടിയിരിക്കുന്നത്. ഈ ലൈഡിൻ്റെ അർത്ഥം കളവ് പറഞ്ഞു എന്നാണ്. തെറ്റ്. അപ്പം മുട്ടയിടുക എന്ന് പറയുന്ന അർത്ഥം നൽകുന്നത് ഡി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അവർ ഹാൻ ലെയ്ഡ് 20x 20 മുട്ടയിട്ടു ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസത്തിൽ. ആയതിനാൽ ശരി ഉത്തരം ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. 36ാമത്തെ ചോദ്യമാണ് ഇവിടെ. ടാഗ് ക്വസ്റ്റ്യനാണ്. വളരെ സിമ്പിളായിട്ടുള്ള ടാഗ് ക്വസ്റ്റ്യനാണിത്. ഹി ക്യാൻ പ്ലേ ക്രിക്കറ്റ്. അപ്പം നമ്മൾ ഓക്സിലറിക്ക് നോട്ട് വെക്കണം. കാരണം ഇതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം നെഗറ്റീവ് ടാഗാ വേണ്ടത്. വിൽ ഹി, കാണ്ട് ഹി, ക്യാൻ ഹി, വോണ്ട് ഹി. വിൽ ഹി എന്തായാലും വരില്ല. കാരണം എന്താ? ക്യാൻ ആണ് ഇവിടെ ഓക്സിലറി വെർബ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ടാഗ്, ഇത് പോസിറ്റീവ് ടാഗ് ആണ്. രണ്ട് കാരണം കൊണ്ട് തെറ്റാണ്. കാണ്ട് ഹി ആണ് ശരി ഉത്തരം. ക്യാൻ ഹി വരില്ല, നമുക്കറിയാം. വോണ്ട് ഹി വരില്ല, നമുക്കറിയാം. ഫർദർ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ. ഹി ക്യാൻ പ്ലേ ക്രിക്കറ്റ്. കാൺ ഹി. ബി ഓപ്ഷനാണ് ശരിയായ ഉത്തരം. 37ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. ജോവിയൽ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ്? ജോവിയൽ മീൻസ് എ എംപ്ലോയിഡ്, ബി സാഡ്, സി ആംഗ്രി, ഡി ചിയർഫുൾ. ജോവിയൽ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ആഹ്ലാദം ഉണ്ടാക്കുന്നത് എന്നൊക്കെയാണ്. അപ്പം ചിയർഫുൾ എന്ന് പറയുന്ന ഡി ആണ് ശരിയായ ഓപ്ഷൻ. എ, ബി, സി ആൻസറുകൾ തെറ്റാണ്. ശരി ഉത്തരം ഡി ചിയർഫുൾ. നമുക്ക് 38ാമത്തെ ചോദ്യത്തിലേക്ക് നീങ്ങാം. വെൻ ഐ വാസ് യങ് ഐ സ്പെൻഡ് ഡാഷ് ഇയർ ഇൻ ജയ്പൂർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇയർ എന്ന് പറയുന്ന
വാക്കിൻ്റെ മുന്നിൽ ഉപയോഗിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ ആൻ ഇയർ, തെറ്റാണ്. ഓപ്ഷൻ ബി ഫോർ, തെറ്റാണ്. സി ദ, തെറ്റ്. എ ഇയർ ആണ് ശരി ഉത്തരം. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു ആൻസറാണ്. ഏൻ ഇയർ ആണെന്ന നമ്മുടെ ധാരണ. ഏൻ ഇയർ അല്ല, എ ഇയർ ആണ്. When I was young, I spent a year in Jaipur. ശരി ഉത്തരം ഡി. 39ാമത്തെ ചോദ്യം. Trees dash their leaves in autumn. മരങ്ങൾ ഓട്ടം കാലത്ത് ഇലകൾ പൊഴിക്കുന്നു. പൊഴിക്കുക എന്ന് പറയുന്ന അർത്ഥം എന്തായാലും ലൂസും ലൂസസും തെറ്റായ ആൻസറാണെന്നറിയാം. ശരിയാവാൻ സാധ്യതയുള്ളത് ലോസസ്, ലോസ്. ട്രീസ് ബഹുവചനമായതുകൊണ്ട് സിംഗുലർ ലോസസ് വരില്ല, തെറ്റ്. ട്രീസ് ബഹുവചനമാണ്. ലോസസ് എന്ന് പറയുന്ന ഏകവചന വെർബ് വരില്ല. ബഹുവചന കർത്താവിന് ബഹുവചന വെർബ്. ശരി ഉത്തരം ബി, ലോസ്. ട്രീസ് ലോസ് their leaves in autumn. ഈ സീരീസിലെ അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 40ാമത്തെ ക്വസ്റ്റ്യൻ. പ്രോവർബാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ഡാഷ് ദ റൈസ്. പ്രോവർബിൽ യാതൊരു മാറ്റവും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്നാണെന്ന് നമുക്കറിയാം. എൻസ്, ഡിസൈഡ്സ്, ഫോളോസ്, ബി സി ഡി ഓപ്ഷനുകൾ തെറ്റാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം.